പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിലാക്കി കോൺഗ്രസ് ഉന്നയിച്ച സ്ഫോടകാത്മകമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നത്. ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രത്തിന്റെ സുതാര്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഈ വെളിപ്പെടുത്തലുകൾ രാജ്യത്തെ നടുക്കുന്നതാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥ നിയമനങ്ങളിൽ അഴിമതിക്കാരുടെ മ്യൂസിക്കൽ ചെയർ കളിയാണ് നടക്കുന്നത് എന്നാണ് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ആരോപിക്കുന്നത്. ഈ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദു രണ്ടു പേരാണ്. ഒന്ന്, പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനും OSDയുമായിരുന്ന ഹിരൺ ജോഷി. രണ്ട്, മുൻ പ്രസാർ ഭാരതി ചെയർമാനും IAS ഉദ്യോഗസ്ഥനുമായിരുന്ന നവനീത് സെഹ്ഗാൽ. വർഷങ്ങളായി നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായി PMOയിൽ തുടരുന്ന ഹിരൺ ജോഷിയുടെ നിലവിലെ ഔദ്യോഗിക പദവിയെക്കുറിച്ച് സർക്കാർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്ന മഹാദേവ് ബെറ്റിംഗ് ആപ്പ് കേസുമായി ഹിരൺ ജോഷിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. രാജ്യത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകരെയും വാർത്താ വിനിമയങ്ങളെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി നിയന്ത്രിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. വളരെ ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്നയാളെ ഉന്നതമായ പദവിയിൽ വെച്ച് പുലർത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു വശത്ത് ഓൺലൈൻ ചൂതാട്ട മാഫിയകൾക്കെതിരെ സർക്കാർ നടപടിയെടുക്കുമ്പോൾ അത്തരം മാഫിയകളുടെ പ്രധാന കണ്ണിയായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംരക്ഷിക്കുകയാണെന്ന ആരോപണമാണ് കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ ഗൗരവകരമായ സാഹചര്യം ഉടലെടുക്കുന്നത് ഹിരൺ ജോഷിക്ക് പകരക്കാരനായി PMOയിലേക്ക് കടന്നു വരാൻ പോകുന്ന ഉദ്യോഗസ്ഥന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോഴാണ്. മുൻ പ്രസാർ ഭാരതി ചെയർമാൻ നവനീത് സെഹ്ഗാലിനെ ഈ സുപ്രധാന തസ്തികയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ സർക്കാർ തലത്തിൽ സജീവമാണ്. പവൻ ഖേര പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം നവനീത് സെഹ്ഗാൽ അഴിമതി കേസുകളിൽ ഗുരുതരമായ ആരോപണം നേരിടുന്ന വ്യക്തിയാണ്. 2022 ഉത്തർപ്രദേശിലെ ആദായ നികുതി വകുപ്പ് തയ്യാറാക്കിയ അതീവ രഹസ്യമായ റിപ്പോർട്ടിൽ 112 കോടി രൂപയുടെ വലിയൊരു കൈക്കൂലി ഇടപാട് നടന്നതായും ഈ അഴിമതി ശൃംഖലയെ നിയന്ത്രിച്ചിരുന്ന പ്രധാനി നവനീത് സെഹ്ഗാൽ ആണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഒരു വലിയ അഴിമതി സംഘത്തെ നയിച്ച വ്യക്തിയായി ആദായ നികുതി വകുപ്പ് തന്നെ കണ്ടെത്തിയ ഒരാളെ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നത് വലിയ ധാർമ്മിക ച്യുതിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇവിടെ അഴിമതിക്കെതിരായ ഭരണകൂടത്തിന്റെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഹിരൺ ജോഷിക്കെതിരെ ബെറ്റിംഗ് ആപ്പ് ആരോപണം ഉയർന്നപ്പോൾ നടപടിയെടുക്കുന്നതിന് പകരം അദ്ദേഹത്തെ നിശബ്ദമായി മാറ്റി നിർത്തുകയാണ് സർക്കാർ ചെയ്തത്. ആദായ നികുതി വകുപ്പ് സെഹ്ഗാലിനെതിരെ കൃത്യമായ തെളിവുകൾ സഹിതം റിപ്പോർട്ട് നൽകിയിട്ടും ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നതും അഴിമതിക്ക് ഭരണകൂടം നൽകുന്ന ഒത്താശയായി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സെഹ്ഗാൽ തന്റെ പ്രസാർ ഭാരതി കാലാവധി തീരുന്നതിന് മുൻപ് പെട്ടെന്ന് രാജിവെച്ചതും അതേസമയം തന്നെ ഹിരൺ ജോഷി അപ്രത്യക്ഷമായതും തമ്മിൽ നിഗൂഢമായ ബന്ധമുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അഴിമതി കാണിക്കില്ല, കാണിച്ചാൽ അനുവദിക്കില്ല എന്ന് പ്രസംഗിച്ചുകൊണ്ട് ഭരണത്തിലേറിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സ്വന്തം ഓഫീസിനുള്ളിലെ ഇത്തരം അഴിമതികളെ കുറിച്ച് മൗനം പാലിക്കുന്നത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. ഭരണ സംവിധാനത്തിന്റെ സുതാര്യതയും വിശ്വസ്തതയും പൂർണ്ണമായും തകരുന്ന സാഹചര്യമാണിത്. കേവലം ഒരു ഉദ്യോഗസ്ഥ മാറ്റം എന്നതിലുപരി അഴിമതി ആരോപണം നേരിടുന്നവർക്ക് അഭയം നൽകുന്ന ഇടമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് മാറുന്നു എന്ന ഗുരുതരമായ കണ്ടെത്തലിലാണ് പ്രതിപക്ഷം എത്തി നിൽക്കുന്നത്.